ത്തിൽപ്പെടുത്താനോ കുറ്റവാളിയാക്കുകയല്ല, ചേർത്ത് നിർത്തുകയാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. അത് തന്നെയാണ് ഈ സംഭവത്തിൽ ഉണ്ടാകൂ. അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട. ഇതൊന്നുമല്ല ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ട്രംപ് അധിക തീരുവയും ചുങ്കവും ഒക്കെ ചുമത്തി നമ്മുടെ സാമ്പത്തിക മേഖല തകർക്കുന്ന നയം നടപ്പാക്കുമ്പോ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അത്തരം വിഷയങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാനുള്ളപ്പോഴാണ് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്, നിങ്ങൾക്ക് പ്രൊറോഗേറ്റീവ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചർച്ച വയ്ക്കാം. അപ്പോ ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് സൂചിപ്പിക്കുന്നത്. ശരി, നമ്മൾ ഈ ഓരോ ദിവസങ്ങളിൽ എടുക്കുന്ന വിഷയത്തെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായും ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടവും അനിഷ്ടവും അനുസരിച്ച് വിഷയം തീരുമാനിക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ലാത്തതിനാൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അരുണേ, ഞാനിപ്പോൾ അരുൺ പറഞ്ഞ ഒന്ന് പറഞ്ഞിട്ട് കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ട്രംപിന് ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ അവിടെ മയോ ക്ലിനിക് ഉൾപ്പെടെയുള്ള ആശുപത്രികളുണ്ട്. എനിക്കും അരുണിനും അവനിലും ഒക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലൊക്കെ ഉള്ളവരണേ. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. അപ്പോ ഇതൊക്കെ അതുകൊണ്ടാണ് 12 പേരെ എടുക്കുമ്പോൾ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കണ കേരളത്തില്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? പറഞ്ഞോട്ടെ. അതായത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊക്കെ നിലനിന്നാലേ നമുക്ക് സംസാരിക്കാനും ചർച്ച നടത്താനൊക്കെ ഉള്ളൂ. ട്രംപ് അവിടെ ചികിത്സിച്ചോളും. വരട്ടെ. തിരുവനന്തപുരം കോർപ്പറേഷൻ മണക്കാട് വാർഡിന്റെ കൗൺസിലറായിട്ടുള്ള സുരേഷ്, ഞാൻ പേരുൾപ്പെടെ പറയണം. സുരേഷ് ഒരാഴ്ച മുമ്പ് ഒരു സർജറിക്ക് അവിടെ പോയിരുന്നു. അപ്പോൾ സുരേഷ് പറഞ്ഞത്, ചേട്ടാ സർജറിക്ക് അവിടെ ചെന്നിട്ട് ചില ഡോക്ടർമാർ ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ കിറ്റ് കിട്ടും, അത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരണം. അവിടെ ചെല്ലുമ്പോൾ 15,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യൂ, കാരണം ഇത് ഉപയോഗിച്ചിട്ട് വീണ്ടും ഉപയോഗിക്കണേ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളെ തിരിച്ചു തരും. 3 മണിക്കൂറിൻ്റെ വാടകയായിട്ട് 7,000 രൂപ എടുത്തിട്ട് അവർ ഈ കിറ്റങ്ങ് വാങ്ങിക്കും. 7,000 രൂപ നമുക്ക് തിരിച്ചു തരും. ഇങ്ങനെ നടക്കുന്ന ഒരു ആശുപത്രി, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അയാൾ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ നടക്കുന്ന ഒരു ആശുപത്രിയെക്കുറിച്ചാണ് അരുൺ പ്രൊസീജിയർ പറയുന്നത്. അവിടെ അവയവം അടിച്ചുകൊണ്ട് പോയ സംഭവമുണ്ട് ആംബുലൻസിൽ നിന്ന്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയം ഒരുപാട് പോകും. ഗവൺമെന്റ് തന്നെ ഇത്ര